ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ഇതിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു ആവറേജ് പീരീഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 1/12. ഇവിടെ ആവറേജ് പീരീഡ് എന്നുള്ളത് മാറ്റങ്ങൾ ഉണ്ടാവും. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതായത് എല്ലാ മാസത്തിന്റെയും ആദ്യ ദിവസങ്ങളിലാണ് നമ്മൾ ഡ്രോയിങ്സ് നടത്തുന്നതെങ്കിൽ അവിടെ എന്താണ് ആവറേജ് പീരീഡ് 6/1/2 എന്നാണ് എടുക്കേണ്ടത്. എന്നാൽ എല്ലാ മാസത്തിന്റെയും മിഡിൽ പോർഷൻ ആയിട്ട്, അതായത് ഇപ്പം ജനുവരി 15, ഫെബ്രുവരി 15, ഓഗസ്റ്റ് 15, ഡിസംബർ 15 ഇങ്ങനെയൊക്കെ ഉള്ള ഡേറ്റിലാണ് ഡ്രോയിങ്സ് നടക്കുന്നതെങ്കിൽ അവിടുത്തെ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 6 മന്ത് ആണ്. 6 ആയിട്ട് എടുക്കണം. ഓക്കെ. ദെൻ അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്, എല്ലാ മാസത്തിന്റെ അവസാനം ജനുവരി 31, ഫെബ്രുവരി 28 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവിടുത്തെ ആവറേജ് പീരീഡ് എടുക്കേണ്ടത് 5/1/2 എന്ന് എടുക്കണം. ദെൻ നെക്സ്റ്റ് ഒരു കേസാണ് എന്താണ് ഡ്രോയിങ്സ് നടക്കുന്നുണ്ട് പക്ഷേ ആ ഒരു മന്ത് ഏതാണെന്ന് വ്യക്തമാക്കുന്നില്ല. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് ആവറേജ് പീരീഡ് 6 എന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ക്വാർട്ടർ കേസുകളാണെങ്കിൽ എല്ലാ ക്വാർട്ടറിന്റെയും ആദ്യ ഘട്ടത്തിലാണെങ്കിൽ അവിടെ നമ്മൾ ആവറേജ് പീരീഡ് 7/1/2 എന്നും, അതുപോലെ തന്നെ ക്വാർട്ടറിന്റെ മിഡിൽ പോർഷനായിട്ട് വരുവാണെങ്കിൽ അവിടെ നമ്മൾ ആവറേജ് പീരീഡ് 6 മന്ത് എന്നും, അതുപോലെ തന്നെ ക്വാർട്ടറിന്റെ എൻഡ് പോർഷനിലാണെങ്കിൽ അത് 4/1/2 മന്ത് എന്നുമാണ് എടുക്കേണ്ടത്. ഓക്കെ. എന്നാൽ ഡേറ്റ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താണ്? പ്രോഡക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പ്രോഡക്റ്റ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു ആവറേജ് പീരീഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 1/12 ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ഡേറ്റ് എല്ലാം തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് മെത്തേഡ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് മെത്തേഡിൽ നമുക്ക് ആവറേജ് പീരീഡിന്റെ ആവശ്യം ഇല്ല. ഓക്കെ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫ്രം ദ ഫോളോയിങ്. മന്ത് ആൻഡ് ഇയർ തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. ജനുവരി 1, 2018 12,000 രൂപ, ഫെബ്രുവരി 28, 2018 6,000 രൂപ, ഏപ്രിൽ 1, 2018 8,000 രൂപ, ഓഗസ്റ്റ് 1, 2018 6,000 രൂപ, നവംബർ 30, 2018 4,000 രൂപ, ഡിസംബർ 31, 2018 2,000 രൂപ. അക്കൗണ്ടിംഗ് ഇയർ ക്ലോസസ് ഓൺ ഡിസംബർ 31 എവരി ഇയർ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് റേറ്റ് 6% അല്ലെ? അതായത് അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്യുന്ന ഡിസംബർ 31 ആണെന്നും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് വരുന്നത് 6% ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടെത്തണം അല്ലേ? ഇവിടെ ഡേറ്റും ഇയറും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താണ്? പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടെത്തണമെങ്കിൽ ഇങ്ങനെ ഒരു കോളം വരച്ചു, നമ്മുടെ ഡേറ്റ്, എമൗണ്ട്, പീരീഡ് ഇൻ മന്ത്, പ്രോഡക്റ്റ് അല്ലെ? അപ്പൊ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന പോലെ ഞാൻ എല്ലാ മന്ത് ഞാൻ അതുപോലെ എഴുതി. ജനുവരി 1, 2018 താപ്പോട്ട് എഴുതി, ഫെബ്രുവരി 28, 2018, ഏപ്രിൽ 1, 2018, ഓഗസ്റ്റ് 1, 2018 എന്ന് പറഞ്ഞ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന അതേ കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ ഡേറ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതി. ഓക്കെ. ദെൻ സെക്കൻഡ് കോളം നോക്കും. സെക്കൻഡ് കോളത്തിൽ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന അതേ കാര്യങ്ങൾ. എമൗണ്ട് ജനുവരി 1, 2018 12,000 രൂപ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പീരീഡ് ഇൻ മന്ത് എഴുതണം അല്ലേ? ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന ഡിസംബർ 31 ആണ്. ഓക്കെ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡ്രോയിങ്സ് നടന്നത് ജനുവരി 1-നാണ്. ഓക്കെ. അപ്പം ജനുവരി 1 സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ 31 ക്ലോസ് ചെയ്യണമെങ്കിൽ അവിടെ എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. ഓക്കെ. അപ്പോൾ പീരീഡ് ഇൻ മന്ത് 12 കൊടുത്ത്. ദെൻ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12,000 ഗുണം 12 ആണ് 1,44,000 വന്നിരിക്കുന്നത്. ഓക്കെ. ദെൻ രണ്ടാമത്തെ കേസ് നോക്കാം. ഫെബ്രുവരി 28 ആണ്. ഫെബ്രുവരി 28 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന്റെ അവസാനമാണ്. അതുകൊണ്ട് തന്നെ ആ ഫെബ്രുവരി എന്ന് പറഞ്ഞ മാസം നമുക്ക് ഇതിനകത്ത് കൂട്ടേണ്ടതായിട്ടില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മാർച്ച് മുതലാണ് കൂട്ടുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലെ? അപ്പൊ 10 മാസം. പീരീഡ് ഇൻ മന്ത് 10. എമൗണ്ട് 6,000 ആണ്. അപ്പൊ 6,000 × 10 60,000 കിട്ടി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഏപ്രിൽ 1 ആണ്. ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഏപ്രിൽ എന്ന മാസം നമ്മൾ കണക്കാക്കണം. കാര്യം എന്താണ്? ഒരു മാസത്തിന്റെ തുടക്കമാണ് അല്ലെ? അപ്പം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മാസം. അപ്പൊ 8,000 × 9 72,000 കിട്ടി. ദെൻ ഓഗസ്റ്റ് 1, 2018 ക്വസ്റ്റിനകത്ത് 6,000 തന്നിട്ടുണ്ട്. എത്ര മാസമുണ്ട്? ഓഗസ്റ്റ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? തുടക്കമാണ്. അപ്പൊ ഓഗസ്റ്റ് എന്ന മാസം നമ്മൾ കൂട്ടേണ്ടതായിട്ടുണ്ട് അല്ലെ? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസം. അപ്പം 6,000 × 5 30,000 കിട്ടി. ദെൻ നവംബർ 30 എന്ന് പറയുമ്പോൾ അവസാനമാണ്. അപ്പൊ നവംബർ 30 കൂട്ടേണ്ട ആവശ്യമില്ല. എന്താണ്? ഡിസംബർ എന്ന് പറഞ്ഞാൽ ഒരു മാസമേ ഉള്ളൂ. അപ്പൊ 4,000 × 1 4,000. ദെൻ ലാസ്റ്റ് എന്താണ്? ഡിസംബർ 31, 2018. അതായത് ഒരു മാസത്തിന്റെ അവസാനമാണ്. അപ്പൊ അത് നമ്മൾ കൂട്ടേണ്ടതായിട്ട് ആവശ്യമില്ല. അപ്പം എമൗണ്ട് അവിടെ 2,000 ആണ്. അപ്പം പീരീഡ് ഇൻ മന്ത് എന്നുള്ളത് അവിടെ നമുക്ക് 0 തൽക്കാലം 0 എന്ന് കൊടുക്കാം. ഓക്കെ. ദെൻ പ്രോഡക്റ്റ് എന്താണ്? 0 തന്നെ വന്നു.
ഇതെല്ലാം കൂടെ കൂട്ടണം. കിട്ടിയ പ്രോഡക്റ്റ് എല്ലാം കൂടെ കൂട്ടുവാണ്. 1,44,000, 60,000, 72,000, 30,000, 4,000 കൂടെ കൂട്ടപ്പം 3,10,000 കിട്ടി. ഓക്കെ, ഈ 3,10,000 ഇൻറ്റു അവിടുത്തെ റേറ്റ്, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന റേറ്റ് എത്രയാണ്? 6% എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ പെർസെന്റേജ് എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതി? 6/100 എന്ന് എഴുതി അല്ലെ. പെർസെന്റേജ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6/100 എന്ന് എഴുതാൻ പറ്റും ഇൻറ്റു 1/12. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കണ്ടെത്തേണ്ടതായിട്ട് കാര്യമില്ല അല്ലെ. അങ്ങനെ 3,10,000 ഇൻറ്റു 6/12 ഇൻറ്റു 1/12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1,550 കിട്ടി. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? 1,550.